Jovial Diamonds from the house of Thottathil Fashion Jewelry. കാർഷിക ആഭിമുഖ്യമുള്ള സർക്കാരുകൾക്ക് ജനപിന്തുണയുള്ളൂവെന്ന് മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കീരമ്പാറ. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അതിജീവന യാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ നടന്ന സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകാഭിമുഖ്യമുള്ള സർക്കാരുകൾക്ക് ജനപിന്തുണയുള്ളൂവെന്ന് മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കീരമ്പാറ. സംസ്ഥാനത്ത് അതിരൂക്ഷമായിരിക്കുന്ന വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നും കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കണമെന്നും ബേബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പരസ്യപ്പെടുത്തുകയും അതിലെ ശുപാർശകൾ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അതിജീവന യാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകനും കർഷക തൊഴിലാളിക്കും ലഭിക്കേണ്ട തൊഴിലിടത്തിലെ സുരക്ഷിതത്വം മേഖലയിൽ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിന് പരിഹാരമുണ്ടാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരുളിലും മരണത്തിന് താഴ്വരയിലും കഴിയുന്ന ഒരു ജനതതി ഈ നാട്ടിലുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞതിൻ്റെ ഫലം, അത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സംവിധാനം ഈ കേരളത്തിൽ ഉണ്ടാകണം എന്ന നമ്മുടെ ആഗ്രഹം. നമുക്കറിയാം, ഇന്ന് കർഷകർ മാത്രമല്ല, ഇന്ന് അതിൽ കൂടുതൽ ആളുകൾ കേരളത്തിൽ, പ്രത്യേകിച്ചും കേരള സമൂഹത്തിൽ ഇരുളിലും മരണത്തിന് താഴ്വരയിലും ജീവിക്കുന്നവരായിട്ടുണ്ട്. കുട്ടികൾ തന്നെ അവർക്ക് പഠനത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് പഠനം കഴിഞ്ഞാൽ എന്ത് എന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഒരവസ്ഥയിൽ, യുവജനങ്ങൾ അവർ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ജോലിയോ സാധ്യതകളോ ഇല്ലാത്ത അവസ്ഥാവിശേഷം. അതുപോലെ കർഷകർ അവർ കൃഷി ചെയ്താൽ ആ കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ അവർക്ക് കിട്ടുമോ എന്ന് തന്നെയില്ല, കിട്ടിയാൽ അതിന് വില കിട്ടുമോ എന്നറിയില്ലാത്ത അവസ്ഥാവിശേഷം. അതുപോലെ മറ്റൊരു കൂട്ടരും മലയോര പ്രദേശങ്ങളിൽ വസിക്കുന്ന ജനങ്ങൾ, അവർക്കവിടെ ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം. വേറൊരു വിഭാഗവും കൂടി ഈ കേരള സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് വൃദ്ധരായ മനുഷ്യരാ, പ്രായം ചെന്നവരാ. അവർ അത്താണിയില്ലാതെ അശരണരായി കഴിയുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കിയാൽ മാത്രമേ കത്തോലിക്ക കോൺഗ്രസ് സമരരംഗത്ത് നിന്ന് പിന്മാറൂ എന്ന് അതിജീവന യാത്രയുടെ ക്യാപ്റ്റൻ ബിജു പറയനിലം പറഞ്ഞു. ഈ കേരള സംസ്ഥാനത്തിന്റെ ജീവിത സാഹചര്യങ്ങളെ അവർ വിവരിക്കുകയാണ്. അവർ പെറ്റ അമ്മയെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും പിറന്ന മണ്ണിനെയും എല്ലാം ഉപേക്ഷിച്ച് അന്യരാജ്യത്തേക്ക് അഭയാർത്ഥികളെ പോലെ പലായനം ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ 3-4 വർഷത്തെ കണക്കുകൾ കേട്ടാൽ വെട്ടിപ്പോവും പ്രിയപ്പെട്ടവരെ. നമ്മൾ അഭിമാനത്തോടുകൂടി കാണുന്ന കേരളം യുവതലമുറയ്ക്ക് വരും തലമുറയ്ക്ക് വേണ്ടാതെ വരുന്ന സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവർ, ഈ നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കണ്ണു തുറപ്പിക്കാനാണ് അതിജീവനം എന്ന പേരിട്ട് അതിജീവന യാത്ര തുടങ്ങിയിട്ടുള്ളത്. കാർഷിക മേഖലയിലെ യാതൊരുവിധ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ സർക്കാരിന് പണമില്ല. വന്യമൃഗശല്യം മൂലം കേരളത്തിൽ 8.4 ലക്ഷം ഏക്കർ ഭൂമിയാണ് കൃഷി ചെയ്യാതെ കിടക്കുന്നത്. 8.4 ലക്ഷം ഏക്കർ ഭൂമി കൃഷി ചെയ്യാതെ കിടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, 1650 കോടി രൂപയുടെ തൊഴിൽ നഷ്ടവും 3500 കോടി രൂപയുടെ വരുമാന നഷ്ടവും ഉണ്ടാണ്. 5000 കോടി രൂപയുടെ നഷ്ടമാണ് പ്രതിവർഷം കാർഷിക മേഖലയിൽ വന്യമൃഗശല്യത്തിന്റെ പരിഹാരമില്ലാത്തതുകൊണ്ട് മാത്രം ഉണ്ടാകുന്നത്. യോഗത്തിൽ രൂപതാ പ്രസിഡന്റ് ജോസ് പുതിയിടം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴികയിൽ വിഷയാവതരണം നടത്തി. മലങ്കര ഓർത്തഡോക്സ് സഭാ മെത്രാപ്പൊലീത്ത ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ്, ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ, മാത്യു കുൽനാടൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, ഡോക്ടർ MP മത്തായി, രാജേഷ് ജോൺ, രൂപതാ ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചളക്കാട്ട്, എൽദോ ബാബു വട്ടക്കാവിൽ, ME കുര്യാക്കോസ്, രാജീവ് കൊച്ചുപറമ്പിൽ, ഫാദർ കുര്യാക്കോസ് കൊടക്കല്ലിൽ, ഐപ്പച്ചൻ തടിക്കാട്ട്, ഗ്ലോബൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ രാജീവ് ജോസഫ്, ജോസ് ഇലഞ്ഞിക്കൽ, രാജേഷ് പടന്നമാക്കിൽ, റവറന്റ് ഡോക്ടർ ആന്റണി പുത്തൻകുളം, പോൾ ജോസഫ്, ജോജോ വടക്കേ വീട്ടിൽ എന്നിവർ പങ്കെടുത്തു. ഓരോ വിജയവും മറ്റ് 100 വിജയങ്ങൾക്ക് പ്രചോദനമാകുമ്പോൾ മെന്റർ അക്കാഡമിയിൽ വിജയങ്ങൾ തുടർക്കഥയാവുകയാണ്.
കടൽ കടന്ന് ജീവിത വിജയം കൊയ്തെടുക്കുന്ന മലയാളിയുടെ സ്ഥിരോത്സാഹത്തിൻ്റെയും അണയാത്ത മനോവീര്യത്തിൻ്റെയും സമാനതകളില്ലാത്ത വിജയഗാഥ.